CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം 2024 ഒക്ടോബർ 1 മുതൽ തുടരുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. MLA-മാരായ അഡ്വക്കേറ്റ് UA ലത്തീഫ്, P അബ്ദുൽ ഹമീദ് എന്നിവരാണ് ഇതു സംബന്ധിച്ച വിശദീകരണം വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി 2 പേരെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്ക് എത്തിച്ച 6 കിലോഗ്രാം കഞ്ചാവുമായി തിരൂർ സ്വദേശി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. വെള്ളിനേഴിയിലെ മിയാവാക്കി മാതൃകാ വനം സന്ദർശിച്ച ജപ്പാനീസ് പരിസ്ഥിതി പ്രവർത്തകൻ. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. രാജേഷ് CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായി തുടരും. ഇത് 3ാം തവണയാണ് രാജേഷിനെ തിരഞ്ഞെടുക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം 2024 ഒക്ടോബർ 1 മുതൽ തുടരുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. MLA-മാരായ അഡ്വക്കേറ്റ് UA ലത്തീഫ്, P അബ്ദുൽ ഹമീദ് എന്നിവരാണ് ഇതു സംബന്ധിച്ച വിശദീകരണം വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. നിലവിലുള്ള ഡോക്ടർമാർക്ക് അക്കാദമിക് കാര്യങ്ങൾ, പരീക്ഷ നടത്തിപ്പ്, കോടതി ഡ്യൂട്ടി എന്നിങ്ങനെ ജോലിഭാരം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ വിശദീകരിച്ചു. പൊന്നാനിയിൽ കൃഷിവകുപ്പ് മുഖേന നൽകിയ മുളയ്ക്കാത്ത നെൽവിത്തിന് കർഷകർക്ക് പകരം വിത്ത് ലഭ്യമാക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കാൻ കർഷകർ വിത്ത് തിരിച്ചു നൽകണമെന്ന കൃഷിവകുപ്പിന്റെ വാദം വിചിത്രമാണെന്നും P നന്ദകുമാർ MLA പറഞ്ഞു. വിതച്ച വിത്ത് കർഷകർ എങ്ങനെ തിരിച്ചു നൽകും എന്നായിരുന്നു MLA-യുടെ ചോദ്യം. വിത്ത് മുളച്ചില്ലെന്ന് കൃഷി ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ പകരം വിത്ത് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ രോഗികളോട് മോശമായി പെരുമാറുകയും ചികിത്സ നിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ ഡോക്ടർക്കെതിരെ എന്തു നടപടി സ്വീകരിച്ചുവെന്ന കാര്യത്തിൽ KP മജീദ് MLA ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആരാഞ്ഞു. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. MCF-നായി കണ്ടെത്തിയ 20 സെന്റ് സ്ഥലം ഏറ്റെടുത്തു നൽകാൻ സാങ്കേതിക തടസ്സങ്ങളില്ലെന്നും ഭൂമി എത്രയും വേഗം ലഭ്യമാക്കുമെന്നും ജില്ലാ കളക്ടർ KP മജീദ് MLA-യെ അറിയിച്ചു. CCN മലപ്പുറം. വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി 2 പേരെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം വണ്ടൂർ ചാത്തങ്ങോട്ടുപുരം ചെറുകോട് സ്വദേശികളായ പണ്ടാരപ്പെട്ടി വീട്ടിൽ അബ്ദുൽ നാഫി, അരുതൊടിക വീട്ടിൽ ഹനീഫ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 10 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കൈവശമുള്ള ബാഗിൽ 5 പൊതികളാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രി 9-നാണ് മണ്ണാർക്കാട് SI M അജാസുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് കുന്തിപ്പുഴ ബൈപ്പാസിൽ പെരിഞ്ചോളം ജംഗ്ഷനിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത്. മഞ്ചേരിയിൽ നിന്നും തെങ്കരയിലുള്ള ഒരാൾക്ക് വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് പിടിയിലായവർ പോലീസിന് നൽകിയ മൊഴി. ഡാൻസ് ഓഫ് SI അബ്ദുൾ സലാം, അംഗങ്ങളായ ഷാഫി, ബിജുമോൻ, രാജീവ്, സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് എന്നിവരും വാഹന പരിശോധനയിൽ ഉണ്ടായിരുന്നു. CCN മണ്ണാർക്കാട്. വിൽപ്പനയ്ക്കെത്തിച്ച 6 കിലോഗ്രാം കഞ്ചാവുമായി തിരൂർ സ്വദേശി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. ജാഫർ അലിയെ മുൻപ് 5 കിലോഗ്രാം കഞ്ചാവുമായി തളിപ്പറമ്പ് എക്സൈസും MDMA-യുമായി പെരിന്തൽമണ്ണ എക്സൈസും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരൂർ സ്വദേശി ആദർശേരി ഇങ്ങാപ്പടലിൽ ജാഫർ അലിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. 2 കിലോഗ്രാമിന്റെ പാക്കറ്റ് 35,000 മുതൽ 40,000 രൂപ വരെ വിലയ്ക്ക് സ്ഥലത്തെത്തിച്ചു കൊടുക്കുന്ന പ്രധാനിയാണ് പിടിയിലായതെന്ന് പെരിന്തൽമണ്ണ പോലീസ് പറഞ്ഞു. ഒഡീഷയിൽ നിന്ന് ട്രെയിനിൽ പാലക്കാട്, എറണാകുളം ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചതായി കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പെരിന്തൽമണ്ണ DYSP TK ഷൈജു, CI സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു. ജാഫർ അലിയെ മുൻപ് 5 കിലോഗ്രാം കഞ്ചാവുമായി തളിപ്പറമ്പ് എക്സൈസും MDMA-യുമായി പെരിന്തൽമണ്ണ എക്സൈസും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയതാണ് ഇയാൾ. വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. CCN
പെരിന്തൽമണ്ണ. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷേഴ്സ് ലീഗ് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ധർണ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തും വലുതുമായ ഇല്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ 8 പേര് സഹായങ്ങളും ഒക്കെ നിന്നിട്ട് ഒന്നും നടക്കുന്നില്ല. സമയത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഭിന്നശേഷിക്കാരെ പരിഗണിക്കുന്നതായിരുന്നു ആശയങ്ങളുടെ ഒരുമാതിരി നിശബ്ദമായ നിലപാടാണ് ഗവൺമെന്റ്. കഴിഞ്ഞ ജൂലൈ 1 മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, മുൻ പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മുൻ ശമ്പള പരിഷ്കരണത്തിന്റെ 4ാം ഗഡു വിതരണം ചെയ്യുക, പൊതുമേഖലാ പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ധർണയിൽ കെ.എൻ.എ. ഖാദർ മുഖ്യാതിഥിയായിരുന്നു. അഹമ്മദ് മേത്തോടിക, എ.കെ. സൈനുദ്ദീൻ, പി.വി. അബ്ദുറഹ്മാൻ, എൻ. മൊയ്തീൻ, എ.എം. അബൂബക്കർ, വി. മുസ്തഫ എന്നിവരും സംസാരിച്ചു. CCN മലപ്പുറം. വെള്ളിനേഴിയിലെ മിയാവാക്കി മാതൃകാ വനം സന്ദർശിച്ച ജപ്പാനീസ് പരിസ്ഥിതി പ്രവർത്തകൻ. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ ഒറ്റപ്പാലം MLA കെ. പ്രേംകുമാർ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെയും സഹകരണത്തോടെ 2 വർഷം മുൻപാണ് കുറ്റാനശ്ശേരിയിൽ മിയാവാക്കി മാതൃകാ വനം സൃഷ്ടിച്ചത്. ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ അക്കീര മിയാവാക്കി രൂപപ്പെടുത്തി വിജയിച്ചതും ലോകശ്രദ്ധയാകർഷിച്ചതുമായ മിയാവാക്കി വനവൽക്കരണത്തിനാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചത്. അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ പ്രത്യേക ക്ഷണപ്രകാരം അക്കീര മിയാവാക്കിയുടെ പ്രിയ ശിഷ്യനും ആയുർവേദ ഫിസിയോതെറാപ്പി ഡോക്ടറുമായ നവോഹിര ഓഹിറയാണ് മിയാവാക്കി വനം സന്ദർശിച്ചത്. ചടങ്ങിന്റെ വിശിഷ്ടാതിഥിയായ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ. പ്രേംകുമാർ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മിയാവാക്കി പരിസരത്ത് ഒഹിറ കണിക്കൊന്ന തൈ നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 5 സെന്റ് സ്ഥലത്ത് 800 വൃക്ഷത്തൈകളാണ് നട്ടിരുന്നത്. 1 വർഷവും 10 മാസവും ആയപ്പോഴേക്കും ഏകദേശം 20 അടിയോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന കാഴ്ച കൗതുകകരമാണ്. കേരളത്തിൽ ഒരു പഞ്ചായത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. മിയാവാക്കി വനവൽക്കരണത്തിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും അന്യം നിന്ന് പോകുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണവുമാണ് ലക്ഷ്യമിടുന്നതെന്ന് സംസ്കൃതി പ്രവർത്തകനും ഈ പദ്ധതിയുടെ കോർഡിനേറ്ററുമായ രാജേഷ് അടയ്ക്കാപുത്തൂർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ. ശ്രീധരൻ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിനെ കുട്ടികൾക്കായി സമർപ്പിച്ചു. ആര്യമ്പാവ നായാടിപ്പാറ അരിയൂർ ALP സ്കൂളിലെ കുട്ടികളുടെ കളിക്കൂട്ടുകാരിയായാണ് മിയ എന്ന പേരിൽ റോബോട്ടിനെ തയ്യാറാക്കിയിട്ടുള്ളത്. Who is the MLA of Ottapalam? Advocate K. Premkumar is the MLA of Ottapalam. കുട്ടികളിലെ പഠന മികവ് ഉയർത്തുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ AI റോബോട്ടിന്റെ സമർപ്പണോദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ. പ്രേംകുമാർ നിർവഹിച്ചു. റോബോട്ട് ഉണ്ടാക്കി അതിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. റോബോട്ട് ആദ്യം ഉണ്ടാക്കിയത് അഭിനവല്ല, പക്ഷേ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മിടുക്കനാണ് അഭിനവ്. അഭിനവിന്റെ വീട് പൂക്കോട്ട് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂഴിയിലാണ്. അഭിനവിന്റെ അമ്മ ഇവിടെ കൂടെ വന്നിട്ടുണ്ട്. ഒരു കൈയടി അവർക്കും കൊടുക്കാം. സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച റോബോട്ട് അരിയൂർ ALP സ്കൂളിന്റേത് മാത്രമെന്നും ഇത് നാടിന് തന്നെ അഭിമാനമാണെന്നും MLA അഭിപ്രായപ്പെട്ടു. മിയ എന്ന പേരിൽ സ്കൂൾ യൂണിഫോമിൽ രൂപകൽപ്പന ചെയ്ത റോബോട്ടുമായി MLA ആശയവിനിമയം നടത്തി. വിദ്യാലയത്തിനു വേണ്ടി റോബോട്ടിനെ തയ്യാറാക്കിയ അഭിനവിനെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ സരോജിനി അധ്യക്ഷത വഹിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമ്മർ കുന്നത്ത്, AEO അബൂബക്കർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാബുരാജ്, മാനേജർ TA സിദ്ദിഖ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കിളിക്കൊഞ്ചൽ എന്ന പേരിൽ പ്രീ പ്രൈമറി ഫെസ്റ്റ് നടന്നു. CCN ചത്തല്ലൂർ. കോട്ടുപാടം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ക്രോസ് കൺട്രി മീറ്റോടെ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീന ഫ്ലാഗ് ഓഫ് ചെയ്തു.
മേലെ അരിയൂരിൽ നിന്നും ആരംഭിച്ച് ഭീമനാട് സെന്ററിൽ അവസാനിച്ച മീറ്റിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാടിന്റെ അധ്യക്ഷതയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി കൈമാറിയ പതാക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ഭീമനാട് ജംഗ്ഷനിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ത്വയീബ് വേങ്ങ, അബ്ദാഹ് കൊടക്കാട് എന്നിവരെ ട്രോഫിയും മെഡലും നൽകിക്കൊണ്ട് പ്രസിഡന്റ് അക്കര ജസീന ആദരിച്ചു. വടംവലി, അത്ലറ്റിക്സ്, കലാമത്സരങ്ങൾ എന്നിവ 8-ന് ഞായറാഴ്ച വിവിധ സ്ഥലങ്ങളിലായി നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TR മനോജ് അറിയിച്ചു. CCN ചത്തല്ലൂർ. കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷാ പരിശീലന പരിപാടിയുടെ സമാപനം ബ്ലോസംസ് ഇംഗ്ലീഷ് ഫെസ്റ്റായി സംഘടിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്നതാണ് പരിപാടി ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ ജയറാം VT ഉദ്ഘാടനം ചെയ്തു. നാടകാചാര്യൻ KPS പയ്യനട മുഖ്യാതിഥിയായി. മണ്ണാർക്കാട് ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ MP സാദിഖ്, ഹെഡ്മാസ്റ്റർ ശ്രീധരൻ പേരഴി എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. എടത്തനാട്ടുകര മണ്ഡലം മുജാഹിദ് ആദർശ സമ്മേളനം സമാപിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള മുസ്ലിമീങ്ങളെയും ക്രൈസ്തവ സമുദായത്തെയും തമ്മിൽ തല്ലിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇവിടെ ഏതാനും സീറ്റുകൾ കിട്ടുമോ എന്നാണ് നോക്കുന്നത്. കാരണം കേരളത്തിൽ വർഗീയവാദികൾക്ക് കടന്നു വരണമെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ വിള്ളലുണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, വിസ്ഡം യൂത്ത്, വിസ്ഡം സ്റ്റുഡൻസ്, വിസ്ഡം വിമൺ, വിസ്ഡം ഗേൾസ് എടത്തനാട്ടുകര മണ്ഡലം സമിതികൾ സംയുക്തമായി പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല എന്ന പ്രമേയത്തിലാണ് മുജാഹിദ് ആദർശ സമ്മേളനം സംഘടിപ്പിച്ചത്. വിസ്ഡം ജില്ലാ സെക്രട്ടറി റഷീദ് കൊടക്കാട് അധ്യക്ഷത വഹിച്ചു. വിസ്ഡം ജില്ലാ പ്രസിഡന്റ് ഹംസക്കുട്ടി സലഫി, അബ്ദുൽ മാലിക് സലഫി, മൂസ സൊലാഹി എന്നിവർ വിഷയാവതരണം നടത്തി. CCN ചത്തല്ലൂർ. തച്ചനാട്ടുകര പാലോട് വേട്ടേക്കരൻകാവിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇളംകുന്ന് മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളത്തും ഉണ്ടായി. പുലർച്ചെ 5-ന് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് കുടിവെപ്പ്, ഉച്ചപൂജ എന്നിവ നടന്നു. ഉച്ചകഴിഞ്ഞ് 3-ന് മേളം നടന്നു. 4-ന് ഇളംകുന്ന് മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളത്തുമുണ്ടായി. വെളിച്ചപ്പാടിന്റെ നൃത്തച്ചവിട്ട്, അരിയേറ് എന്നിവയും നടന്നു. വൈകിട്ട് ക്ഷേത്രത്തിൽ ദീപാരാധന, ഭജന, അന്നദാനം, രാത്രി 9-ന് തായമ്പക, അത്താഴപൂജ, അയ്യപ്പൻപാട്ട് എന്നിവയും ഉണ്ടായി. നീലാഞ്ചേരി ശങ്കരൻ ആശാനും കക്കാട്ടിൽ കൃഷ്ണനാശാൻ വളാംകുളവുമാണ് വിളക്കു പാർട്ടി. പൊലിപ്പാട്ട്, തിരിയൊഴിച്ചിൽ, വെട്ടും തടവും, കനൽച്ചാട്ടം 6 മണിക്ക് ഗുരുതർപ്പണത്തോടെ സമാപനമായി. 30-ന് ശനിയാഴ്ച ക്ഷേത്രത്തിൽ അഖണ്ഡനാമയജ്ഞം നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. CCN ചത്തല്ലൂർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൊക്കാക്ഷി ബക്കറ്റ് വിതരണം ചെയ്തു. 6,1440 രൂപ ചിലവഴിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയത്. ഗുണഭോക്താവായ PC കുഞ്ഞിരാമന് ബൊക്കാഷി ബക്കറ്റ് നൽകിക്കൊണ്ട് പ്രസിഡന്റ് KM ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടുക്കളയിലെ മാലിന്യങ്ങൾ ജൈവവളമാക്കി മാറ്റുന്നതിനു വേണ്ടി പഞ്ചായത്ത് നവീന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 210 കുടുംബങ്ങൾക്കാണ് ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷൗക്കത്ത് അലി, വൈസ് പ്രസിഡന്റ് സാജിറ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.
ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരത്ത് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ് പ്രസിഡന്റ് എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഇ വി വിശ്വനാഥൻ, ഡോക്ടർമാരായ അഭിലാഷ്, ഡോക്ടർ എസ് നാരായണ പ്രകാശ്, പി കൃഷ്ണദാസ്, ഡോക്ടർ അച്യുതൻകുട്ടി, എൻ വി മുരളീകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പങ്കെടുത്ത 60-ലധികം രോഗികൾക്ക് സൗജന്യ മരുന്നു വിതരണവും നടത്തി. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം പഞ്ചായത്ത് 14-ാം വാർഡിലെ സ്നേഹദീപം വയോജന സംഗമം പകൽ വീട്ടിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ ഉദ്ഘാടനം ചെയ്തു. 85 വയസ്സു കഴിഞ്ഞ 18 പേരെ ആദരിച്ചു. കൂടാതെ ബാലസാഹിത്യകാരൻ KN കുട്ടി, ശില്പകലാകാരൻ കൃഷ്ണകുമാർ, രേഖ എന്നിവരെ അനുമോദിച്ചു. ആശാപ്രവർത്തകരായ ശോഭ, രേഖ എന്നിവരെ അനുമോദിച്ചു. ഉണ്ണി ഗ്രാമകലയുടെ നാടൻ പാട്ടുകളും ഉണ്ടായി. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം വായിലിയാങ്കുന്ന് ഭഗവതി ക്ഷേത്രം ജീവനക്കാരിയായ രുക്മിണിക്ക് യാത്രയയപ്പ് നൽകി. എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായി. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ, ട്രസ്റ്റി ജീവനക്കാർ, വിവിധ ദേശപൂര കമ്മിറ്റികൾ, മാതൃസമിതി, ഉത്സവാഘോഷ കമ്മിറ്റി, ക്ഷേത്ര സമുച്ചയ പുനരുദ്ധാരണ കമ്മിറ്റികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ചടങ്ങ് നടന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അച്ചാരത്ത് മോഹനകൃഷ്ണൻ, വിജയൻ അരിയാണ്ടത്ത്, NV ഗോപാലകൃഷ്ണൻ, ശരത് കൃഷ്ണൻ, സഹപ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കരുണയുടെ കൈനീട്ടം കാത്തിരിക്കുകയാണ് SMA പിടിപെട്ട മലപ്പുറത്തെ 14-കാരനായ വിദ്യാർത്ഥി. മുത്തുവല്ലൂർ പഞ്ചായത്തിലെ മുതുപറമ്പ് പാമ്പോടൻ സൈനുദ്ദീന്റെ മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാമിലാണ് ചികിത്സയ്ക്കുള്ള സഹായവും കാത്തുകഴിയുന്നത്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം പിടിപെട്ടതിനാൽ അടിയന്തര ചികിത്സയ്ക്കുള്ള സഹായവും കാത്തുകഴിയുകയാണ് മുഹമ്മദ് ഷാമിൽ. രോഗം പിടിമുറുക്കിയതോടെ അരയ്ക്ക് താഴെ ബലക്ഷയം വന്ന് സ്വന്തമായി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ കുട്ടി. ഓരോ ദിവസം കഴിയുന്തോറും ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കിയാലേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നാണ് ചികിത്സിക്കുന്ന തിരുവനന്തപുരം SAT ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ചുരുങ്ങിയത് 4 വർഷം തുടർച്ചയായി മെഡിസിൻ നൽകേണ്ടതുണ്ട്. 1 വർഷത്തെ മെഡിസിന് 75 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. അതിനാൽ ചികിത്സയ്ക്ക് മൊത്തം 3 കോടി രൂപയോളം ചെലവ് വരും. കുട്ടിയുടെ ചികിത്സാ ചെലവിന് മതിയായ സഹായം ചെയ്യണമെന്ന് ചികിത്സാ സഹായ സമിതി ആവശ്യപ്പെട്ടു. ഇത്രയും കാലം അവന് അരക്ക് താഴെയായിരുന്നു. വലിയ പ്രയാസം എല്ല് തുടങ്ങുന്ന അവസ്ഥയിൽ നിന്ന് കൈ പൊക്കാൻ പോലും പറ്റാത്ത അത്രയും ദയനീയമായ അവസ്ഥയിലാണ്. മലപ്പുറം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ച മണ്ണാണ്. കേരളത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും കലവറയില്ലാതെ മറ്റുള്ളവനോട് സഹജീവി സ്നേഹം കാണിച്ച മണ്ണാണ്. ആ മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് ഷാമിൽ മോൻ പണമില്ലാത്തതിൻ്റെ പേരിൽ അവൻ പ്രയാസപ്പെടുന്നത്. നമ്മളെല്ലാവരും ഒരുമിക്കണം. പല തുള്ളി പെരുവെള്ളമായി അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള രൂപത്തിലേക്ക് എല്ലാ വ്യക്തികളും, കൂട്ടായ്മകളും, സംഘടനകളും, സുമനസ്സുകളും, പ്രവാസികളും എല്ലാവരും കേരളം ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് സമാഹരിക്കാൻ സാധിക്കുള്ളൂ. CCN മലപ്പുറം. 3ാമത് അൽമഹാറ ഖുറാൻ വൈജ്ഞാനിക മത്സരം ജനുവരി 3, 4, 5 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിജയികൾക്ക് 5 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളും വിതരണം ചെയ്യും. സൗദി മതകാര്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗദി എംബസിയുടെ മേൽനോട്ടത്തിൽ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 3ാമത് അൽ മഹാറ വൈജ്ഞാനിക മത്സരമാണ് ഊരകം മിനി ഊട്ടിയിൽ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ നടക്കുക. ഖുറാൻ പഠനവും പാരായണവും അറബി ഭാഷാ പഠനം, അതിന്റെ വ്യാപനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സൗദി എംബസിയുടെയും മതകാര്യ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹിഫാനുൽ മുത്തൂൻ, തസ്വിയ, അറബി കവിതാരചന എന്നിവയിലാണ് മത്സരം. 22-ലും ജാമിയ ഈ ഒരു പ്രോഗ്രാമിനെ വളരെ ഭംഗിയായി നടത്തുകയും അതിലും തന്നെ ഏറെ സന്തോഷിക്കുകയും ഇത്തവണ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് നടത്തണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഏകദേശം 700-ലേറെ മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഏകദേശം ഒരു 100-ലേറെ സ്ഥാപനങ്ങൾക്ക് അമിതിന്റെ അപേക്ഷകൾക്ക് തന്നെ എത്തിച്ചു കഴിഞ്ഞു.
വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഫൈസൽ മൗലവി, വിസ്ഡം യൂത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി നസീഫ്, അൽമഹാറ കൺവീനർ ഷുറൈഹ് സലഹി, റിസപ്ഷൻ കൺവീനർ സിദ്ദിഖോയ തങ്ങൾ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. ഇ രാജേഷ് CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായി തുടരും. ഇത് 3ാം തവണയാണ് രാജേഷിനെ തിരഞ്ഞെടുക്കുന്നത്. പി ഗോവിന്ദപ്രസാദ്, VP മുഹമ്മദ് ഹനീഫ, MK ശ്രീധരൻ, KP അനീഷ്, അഡ്വക്കേറ്റ് CH ആഷിഖ്, MM മുസ്തഫ, PP സത്യനാരായണൻ, നിഷി അനിൽരാജ്, P ഷാജി, A നസീറ, S ശ്രീരാജ്, KP മൊയ്തീൻകുട്ടി, U അജയൻ, V ഹനീഫ, VK റൌഫ്, K ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് TK സുൽഫിക്കർ അലി, E ഷിജിൽ, P ഷൌക്കത്ത് അലി, PK ജാഫർ ബാബു എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ. ഇത് 3ാം തവണയാണ് രാജേഷിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം 2024 ഒക്ടോബർ 1 മുതൽ തുടരുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. MLA-മാരായ അഡ്വക്കേറ്റ് UA ലത്തീഫ്, P അബ്ദുൽ ഹമീദ് എന്നിവരാണ് ഇതു സംബന്ധിച്ച വിശദീകരണം വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി 2 പേരെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്ക് എത്തിച്ച 6 കിലോഗ്രാം കഞ്ചാവുമായി തിരൂർ സ്വദേശി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. വെള്ളിനേഴിയിലെ മിയാവാക്കി മാതൃകാ വനം സന്ദർശിച്ച ജപ്പാനീസ് പരിസ്ഥിതി പ്രവർത്തകൻ. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. രാജേഷ് CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായി തുടരും. ഇത് 3ാം തവണയാണ് രാജേഷിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, providing care with kindness.